നമസ്കാരം. ഇന്ന് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു കുട്ടിക്കാലം ഉണ്ടാവണമെന്നില്ല. സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെ പലർക്കും വേദനാജനകമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതായത് മാതാപിതാക്കളിൽ നിന്നുമുണ്ടാകുന്ന അവഗണന, സ്നേഹക്കുറവ്, സംരക്ഷണമില്ലായ്മ, ഒറ്റപ്പെടുത്തൽ, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ എന്നിങ്ങനെ പലതും. അതുകൂടാതെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള മോശമായ അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ യഥാർത്ഥ കഴിവുകൾ മനസ്സിലാക്കുവാനോ അത് പ്രാവർത്തികമാക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവേറ്റ കുഞ്ഞിനെ സുഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിനായി അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. കസേരയിൽ ഇരുന്നു കൊണ്ടോ തറയിൽ ഇരുന്നു കൊണ്ടോ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതിനും സാധിക്കാത്തവർക്ക് കിടന്നുകൊണ്ട് വേണമെങ്കിലും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ശ്വാസം മൂക്കിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുന്നത് വായിൽ കൂടിയും ആയിരിക്കണം. അങ്ങനെ 7 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്, ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്, ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്, ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്, ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്. Breathe in, breathe out, relax. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. ഇനി നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായിരിക്കുകയാണ്. ഇനി നിങ്ങളെ കുറച്ചു സമയത്തേക്ക് ഒരു കടൽ തീരത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളിപ്പോൾ വളരെ മനോഹരമായ ഒരു കടൽ തീരത്ത് കൂടി നടക്കുകയാണ്. സമയം ഏകദേശം വൈകുന്നേരം 6 മണിയായി കാണും. സൂര്യൻ പതുക്കെ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾ പതുക്കെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്, കുറച്ച് അകലെയായിട്ട് ഒരു കുഞ്ഞ് കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6-7 വയസ്സ് തോന്നിക്കുന്ന കുഞ്ഞാണത്. നിങ്ങൾ പതുക്കെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ കുഞ്ഞ് നിങ്ങൾ വന്നതറിയാതെ കടലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആ കുഞ്ഞിനോടായി ചോദിച്ചു, എന്താണ് നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ആ കുഞ്ഞ് നിങ്ങളുടെ ശബ്ദം കേട്ട് പതുക്കെ തിരിഞ്ഞു നോക്കി. മറുപടിയൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനോടായി ചോദിച്ചു,
നിന്റെ കൂടെ ആരുമില്ലേ? കുഞ്ഞ് മറുപടിയൊന്നും പറയാതെ കടലിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ പതുക്കെ ആ കുട്ടിയുടെ ഷോൾഡറിൽ കൈവച്ച് കുട്ടിയോട് ചോദിക്കുക, നിന്റെ കൂടെ ആരുമില്ലേ? കുട്ടി പതുക്കെ തലയാട്ടി, ഇല്ല. അപ്പോഴാണ് നിങ്ങൾ കുട്ടിയുടെ മുഖം ശരിക്കും ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മുഖം. അത് നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്തേക്കിരുന്നു. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കൈകൾ നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുക. നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുക. ആ കുഞ്ഞ് പതുക്കെ പറയുവാൻ തുടങ്ങി, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഓരോ വിഷമങ്ങൾ കുഞ്ഞ് പറയുവാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധയോടെ കുഞ്ഞിനെ കേൾക്കുക. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം കുട്ടിയുടെ കൈകളിൽ തലോടി പറയുക, നിനക്ക് ഞാനുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാവുന്നതാണ്. ഞാൻ നിന്നെ കേൾക്കുന്നതാണ്. നീ സ്നേഹിക്കപ്പെടേണ്ടതാണ്. നീ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഈ ഭൂമിയിൽ ഉള്ള എല്ലാ കാര്യത്തിലും നിനക്കും അർഹതയുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെപ്പറ്റി ഇനി ആലോചിക്കേണ്ടതില്ല. ഇനിയുള്ള ജീവിതം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങൾ കുഞ്ഞിനെ നിങ്ങളുടെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുക. കുഞ്ഞിൻ്റെ തലയിൽ പതുക്കെ തലോടുക. ഇത്രയും കാലം ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല. ഇനി ഇങ്ങനെയൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. എനിക്ക് നീ മാപ്പ് തരണം. കുട്ടി ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. കുട്ടിയോട് പറയുക, താങ്ക് യു, ഐ ലവ് യു, 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 താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ 11 പ്രാവശ്യം താങ്ക് യു, ഐ ലവ് യു എന്ന് കുഞ്ഞിൻ്റെ അടുത്തായിട്ട് പറയുക. ഇനി നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുക. കുഞ്ഞ് വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് മെർജ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് സമയം കുഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങിക്കൊള്ളട്ടെ. ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് കുറഞ്ഞത്
21 ദിവസം തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. 90 ദിവസം വരെയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കൂടാതെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞുമായി കണക്റ്റ് ചെയ്യുവാൻ തോന്നുന്നുവെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.